നിങ്ങൾ എക്സോസ്റ്റഡ് ആണ്, നല്ല ക്ഷീണം പോലെ, ആകെ ഒരു ഡീമോട്ടിവേറ്റഡ് ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. ഇത് ബേൺ ഔട്ട് ആണോ അതോ ഡിപ്രഷൻ ആണോ? എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? ബേൺ ഔട്ട് ഒരു സ്ട്രെസ് റെസ്പോൺസ് ആണ്. ഇത് പലപ്പോഴും വർക്ക് സ്ട്രെസ് കാരണമാണ് ഉണ്ടാകുന്നത്, എക്സ്ട്രീം പ്രഷർ കാരണമാണ് ഉണ്ടാകുന്നത്. ഇത് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിലേക്കും പ്രൊഡക്ടിവിറ്റി കുറയുന്നതിലേക്കും ഒക്കെ ലീഡ് ചെയ്യും. ബേൺ ഔട്ട് മിക്കപ്പോഴും വർക്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്കും ഇമോഷണൽ ഡിറ്റാച്ച്മെന്റിലേക്കും ലീഡ് ചെയ്യും. ഡിപ്രഷൻ ജീവിതത്തിലെ എല്ലാ ഏരിയാസിലും സെൻസ് ഓഫ് ഹോപ്പ്ലെസ്നെസ്സിലേക്കും ലോസ് ഓഫ് മീനിങ്ങിലേക്കും ലീഡ് ചെയ്യും. നിങ്ങളൊന്ന് റെസ്റ്റ് എടുത്താൽ കാര്യങ്ങൾ ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ബേൺ ഔട്ട് ആയിരിക്കും. ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിട്ടും ഈ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആവാനാണ് സാധ്യത. ബേൺ ഔട്ട് മിക്കപ്പോഴും ഒരു ബൗണ്ടറിയും നീഡ് ഫോർ റെസ്റ്റും വേണം എന്നതിന്റെ സൂചനയാണ്. എന്നാൽ ഡിപ്രഷൻ ഉള്ളവർക്ക് റിക്കവർ ആവാൻ മെഡിക്കൽ സപ്പോർട്ടും തെറപ്പിയും വേണം. ബേൺ ഔട്ടിനെ ഓവർകം ചെയ്യാൻ ബ്രേക്ക് എടുക്കുന്നതും ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതും ഇവൻ നിങ്ങളുടെ മാനേജറിനോട് സംസാരിച്ച് വർക്ക് ഹാൻഡിൽ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഡിപ്രഷൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു തെറപ്പിസ്റ്റിനോട് സംസാരിക്കുന്നതും പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതും ആളുകളോട് തുറന്ന് സംസാരിക്കുന്നതുമാണ് ഹെൽപ്പ് ചെയ്യുക. ബേൺ ഔട്ടിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സ്പേസ് ആണ് വേണ്ടത്, ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സപ്പോർട്ട്. രണ്ടും വാലിഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ രണ്ടും അറ്റൻഷൻ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ വീഡിയോ ഒരു ഡയഗ്നോസിസ് അല്ല, മറിച്ച് ഇതൊരു റിമൈൻഡർ ആണ്. നിങ്ങൾ ബേൺഡ് ഔട്ട് ആണെങ്കിൽ ടേക്ക് റെസ്റ്റ് വിച്ച് യു ഡിസേർവ്. അല്ല, ഡിപ്രസ്ഡ് ആണെങ്കിൽ ടോക്ക് ടു എ പ്രൊഫഷണൽ. നിങ്ങൾ ഇതിൽ ഒറ്റയ്ക്കല്ല. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ബേൺ ഔട്ടിലൂടെയോ ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ചെറിയ സ്റ്റെപ്സ് എടുത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഒപ്പം തന്നെ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്.